ഗായ്സ് വെൽക്കം ബാക്ക് ടു പുതിയ ഡേ ആൻഡ് പുതിയ വ്ളോഗ്. ഇന്ന് സാറ്റർഡേ ആണ്, അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ലീവാണ്. പക്ഷേ എനിക്ക് കുറച്ച് ഓവർ ടൈം എടുക്കണം, അതുകൊണ്ട് ഞാൻ ഇറങ്ങിയതാണ്. ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് സാധാരണ കമ്പനിയുടെ വകയാണ് ഉച്ചയ്ക്ക് ഫുഡ് കിട്ടാറ്, കാരണം ഓവർ ടൈം എടുത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് വിചാരിക്കുകയാണ് നിങ്ങളെ ഇവിടുത്തെ അടുത്തുള്ള KFC കാണിച്ചു തരാം. ഈ KFC ഇരിക്കുന്ന സ്പോട്ട് ഉണ്ടല്ലോ, അത് പ്രത്യേക ഒരു സ്പോട്ടിലാണ് ഈ KFC ഇരിക്കുന്നത്. അത് എവിടെയാണ് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, എന്തായാലും എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പോൾ അവൻ കൂടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് അവിടെ പോരാം. അങ്ങനെ എൻ്റെ വണ്ടി വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഫുഡ് അടിക്കാനായിട്ട് പുറത്ത് പോകാം. ഞാൻ അവരെ പറഞ്ഞ പോലെ നമുക്ക് KFC ആണ് അടിക്കാൻ പോകുന്നത്. അത് എവിടെയാണെന്നാണ് ഇനി അടുത്തത് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മൾ എത്തിയിരിക്കുകയാണ് പെട്രോൾ പമ്പിൽ. പെട്രോൾ പമ്പിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഞാൻ എന്താ ഇവിടെ വന്നതെന്ന്? നിങ്ങൾ വിചാരിക്കും എന്തിനാ പെട്രോൾ പമ്പ് വന്നിരിക്കുന്നത് അല്ലേ? വെൽ, ഞാൻ വന്നത് ഇതിന് വേണ്ടിയിട്ടാണ്, KFC കഴിക്കാനായിട്ട്. അതെ ഗൈസ്, ഇവിടുത്തെ പെട്രോൾ പമ്പ്സിൽ ഗ്രോസറി സ്റ്റോഴ്സ് ഉൾപ്പെടെ ഉണ്ട്. ഫ്രഷ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ തന്നെ ഇമ്രാത്തിൻ്റെ ഒരു അതാണ്. അതിനുള്ളിലൊരു ഫ്രാഞ്ചൈസിയാണ് KFC. ഇവിടെ KFC മാത്രമല്ല ഗൈസ്, ഇവിടെ ലൈക്ക് എല്ലാം കിട്ടും. ഹാഡീസ് ഉണ്ട്, അപ്പുറത്ത് ഹാഡീസ് എന്ന് പറഞ്ഞ ഒരു അതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ എടുക്കുന്നത് ഡ്രൈവ് ത്രൂലാണ്. അപ്പോൾ ഞങ്ങൾ ഡ്രൈവ് ത്രൂന്ന് എടുത്തിട്ട് നമുക്ക് എന്താ മേടിച്ചാൽ നമുക്ക് ബാക്കി പറയാം. ഗ്രോസറി സ്റ്റോർ ഇവിടുത്തെ പേരെന്താണെന്നറിയാമോ? ഇതാണ് ഗ്രോസറി സ്റ്റോറ്, ഫ്രഷ് പ്ലസ് ആണല്ലേ. ഇവിടെ റിവാർഡ്സ് ഒക്കെ കിട്ടും. ഇതിനുള്ളിലാണ് ഗ്രോസറി സ്റ്റോർ. പിന്നെ ഉള്ളിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു ഗ്രോസറി സ്റ്റോറിലാണ്. ഓക്കെ, നിങ്ങളുണ്ടല്ലേ ഇവിടെ ഇഷ്ടം പോലെ ലൈക്ക് ഡ്രിങ്ക്സ് ഉണ്ട്, പിന്നെ ഏതാണ്ടല്ലേ ബോട്ടിൽസ് ഉണ്ട്. ഈ ബോട്ടിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഗൈസ്, ഇമറാത്തിലൊരു ഓഫർ നടക്കുന്നുണ്ട് ഇപ്പോൾ. അതായത് നമ്മൾ ചൂട് സമയത്ത് ഒരു 50 ദിർഹംസിനൊക്കെ ഫ്യൂൽ അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കേസ് നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ കിട്ടും. അതിൻ്റെ ബില്ല് വന്നിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതാണല്ലേ എല്ലാ ഡ്രിങ്ക്സും അവൈലബിൾ ആണ് ഗൈസ്. ഇവിടെ കിട്ടുന്ന എല്ലാ ഡ്രിങ്ക്സും അവൈലബിൾ ആണ്. പിന്നെ ലിസ്റ്റ് ഇഷ്ടം പോലെ നമുക്ക് മിഠായികളും ബിസ്ക്കറ്റ്സ് എല്ലാം കിട്ടും ഇവിടെ. ബിസ്കോഫിൻ്റെയൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ, നല്ല പാക്കറ്റ്സ് ഉണ്ട്, ഇഷ്ടം പോലെയുണ്ട് കേട്ടോ. ഈ ബിസ്ക്കറ്റ്സ് മാത്രമല്ല, ഗെയിംസ് വരെ കിട്ടും. കണ്ടില്ലേ, പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന ഹോട്ട് വീൽസ് വരെ ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് പിന്നെ ബോഡി സ്പ്രേസ്, അതായത് ഒരു ട്രിപ്പിന് പോകാൻ വേണ്ടി സകല സാധനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ലൈക്ക് ടൂത്ത് പേസ്റ്റ് ഉൾപ്പെടെ ഉണ്ട്, പിന്നെ മൗത്ത് വാഷസ് ഉണ്ട്, ക്രീംസ് ഉണ്ട്, പഫ് സ്റ്റോർ, ഇതെല്ലാം ഉണ്ട് ഇവിടെ. നമ്മളിപ്പോൾ വന്നത് മെയിൻലി ഡ്രിങ്ക്സ് എടുക്കാനാണ്. അപ്പോൾ എന്താ ഡ്രിങ്ക് എന്നല്ലേ, ഞങ്ങൾക്കിവിടെ ഞങ്ങൾ ഡയറ്റിലായത് കാരണം ഞങ്ങളുടെ ഡയറ്റാണ് നമ്മൾ എടുക്കാറ്. അപ്പോൾ ഞങ്ങളുടെ ഡയറ്റ് പെപ്സിയും പിന്നെ ഒരു 0 ഷുഗർ 7 പോണെന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. ഇവിടെ നമുക്ക് ഫുഡും കിട്ടും കേട്ടോ കഴിക്കാനായിട്ട്. അതായത് റെഡി ടു ഈറ്റ് സംഭവമാണ്. ഇവിടെ സബ്വേയുടെ പോലെ സെറ്റപ്പ് ഉണ്ട് ഇവിടെ. പിന്നെ പ്രീ കുക്ക്ഡായിട്ട് നമുക്ക് ചിക്കൻ്റെ ഐറ്റംസും പിന്നെ അതുപോലെ ഐറ്റംസും എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ഇരുന്നിട്ടും കഴിക്കട്ടോ. ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇഷ്ടം പോലെയുണ്ട്. പ്ലസ് ഇതായത് ഒരു ഓവറോൾ ലുക്ക് എല്ലാം ഡെസിഗ്നേറ്റഡ് ഏരിയാസാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് KFC. നമ്മൾ അടുത്ത ഇതിനകത്ത് പോവാം. നമ്മൾ തിരിച്ചെത്തി. KFC നമ്മൾ മേടിച്ചിരിക്കുകയാണ് ഗൈസ്. അതാണ് KFC നമ്മൾ പോയത്. ലൈക്ക് ഇതാണ് എൻ്റെ ബാക്ക്, ഇതാണ് സംഭവം. ഇതാണ് നമ്മൾ മേടിച്ചത്. നമ്മൾ ഡ്രിങ്ക്സ് മേടിച്ച് മറ്റേ ഇമ്രാത്ത് എന്ന് പറഞ്ഞ ഗ്രോസറിയിൽ നിന്ന് ഇതാണ് മേടിച്ചത്. ഇതാണ് KFC. ഇതാണ് ടോപ്പിൽ. ഈ നിങ്ങൾക്ക് ഞാൻ ഇതിനുള്ളിൽ നമ്മൾ എന്തൊക്കെയാണ് മേടിച്ചത്
വീഡിയോ പോലെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാൻ അങ്ങനെ അൺബോക്സ് ചെയ്തിരിക്കുകയാണ്, ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് 3 ടൈപ്പ് ചിക്കൻ ഇവിടെ കിട്ടുന്നത്. ഇത് വന്നിട്ട് നോർമൽ എന്ന് പറയുന്ന ചിക്കനാണ് ഇവിടെ. ഇത് ഇവിടുത്തെ സ്പൈസി ചിക്കനാണ്. ഇത് സ്ട്രിപ്സ് ആണ്. ഇതാണ് ബേസിക്കലി ഒരു നോർമൽ ഒറിജിനൽ എന്ന് പറയുന്ന സംഭവം. ഇതാണ് ഇത് നോൺ സ്പൈസി. ഇതിൻ്റെ കൂടെ നമുക്ക് സ്പൈസി ഫ്രൈസ് കിട്ടും. നല്ല ഫ്രൈസ് ആണ്, സ്പൈസ്ഡ് ആണ്. കോട്ടിംഗ് ഒക്കെ നല്ല സ്പൈസി ഫ്ലേക്സ് ഒക്കെയാണ്. ഇത് നോർമൽ ഫ്രൈസ് ആണ് കിട്ടി. പിന്നെ ഈ ബക്കറ്റിലാണ് ഇത് മൊത്തം നമുക്ക് എല്ലാം കിട്ടിയത്. ഒരു കോംബോ ഓഫറിലാണ് നമുക്ക് വന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ സോസസും ഉണ്ട്. അപ്പോൾ ഞാനും ഒരു ചങ്കും കൂടി ഞങ്ങൾ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് ഫുഡ് കഴിച്ച് വയറ് മൊത്തം നിറങ്ങിയിരിക്കുകയാണ്. KFC ഞാൻ കഴിച്ചപ്പോൾ ഡയറ്റൊക്കെ തുടങ്ങിയപ്പോൾ സാധാരണ കഴിച്ചെങ്കിൽ ഭയങ്കര ഫുള്ളാവും. നമുക്കൊരു റെസ്റ്റ് ഡേ അല്ല, അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിച്ചതാണ്. ഇനി വൈസ് നമ്മൾ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. ഫുഡ് കഴിച്ചപ്പോൾ നമ്മുടെ ഡ്യൂട്ടി ക്ലോസ് ചെയ്തു. ഇനി ഞാൻ വേറെ പരിപാടിയില്ല. ഇനി ഞങ്ങൾ നേരെ റൂമിൽ പോവാണ്. അപ്പോൾ ഇനി എല്ലാവർക്കും അപ്പോൾ ഗുഡ് ഡേ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യണം. അറിയാം, ചെറിയ ചെറിയ വ്ളോഗാണ്, ബട്ട് ഇനി പുതിയ കണ്ടൻസ് വരുമ്പോൾ നിങ്ങൾക്ക് പുതിയ വ്ളോഗ് എന്തായാലും ഇടാവുന്നതാണ്. അപ്പോൾ ടിൽ ദെൻ, ആദർശ് മേനൻ സൈനിങ് ഓഫ്. ബൈ ബൈ.